സിനിമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ആദർശിന്റെ ഫോണിനകത്ത് എങ്ങനെയാണ് കറി ഉണ്ടാക്കേണ്ടതെന്നും സാധനങ്ങൾ എവിടേക്കാണ് വെച്ചിരിക്കുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മേടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇന്ന് ഞാൻ കലക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് പോകുന്നത്. നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആദർശിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. അതിനിടയ്ക്ക് മുത്തശ്ശൻ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് കരിഞ്ഞു പോവാണ്. ഇതെന്താടാ ശരിയായിട്ട് വരുന്നില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അച്ഛനാ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കെന്ന് പറയുമ്പോൾ അത് വായ വെക്കാൻ കൊള്ളില്ല എന്നും കൂടി ജയൻ പറയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പച്ചക്കറികളൊക്കെ മുറിക്കാനും തേങ്ങ ചിരണ്ടാനുള്ള പണികളൊക്കെ നോക്കിക്കോ, ഉണ്ടാക്കുന്ന കാര്യം ഞാനേറ്റു എന്ന് പറയുമ്പോൾ ആദർശേട്ടന് ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാണ് കേട്ടോ അനി. ഞാൻ കാണിച്ചു തരടാ നിനക്ക് എന്നാ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഹെഡ്ഫോൺ എടുത്തിട്ട് ചെവിയിൽ കുത്തുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നത്, എടാ നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാടാ ഹെഡ്ഫോൺ എന്നുള്ള കാര്യമാണേ. അത് മുത്തശ്ശ പാട്ട് കേട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാന്ന് പറയാണേ. ഓൾറെഡി എല്ലാം കൊള്ളാവെന്ന് തോന്നുന്നത്, അതിൻ്റെ കൂടെ നീ പാട്ടും കൂടി കേട്ടാൽ മൊത്തത്തിൽ കൊള്ളാവെന്ന് പറയണേ. ഏയ് അച്ഛ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് ഇത് കേൾക്കുമ്പോൾ ജയന്റെ അടുത്ത് ആദർശ് പറയുന്നത്. അത് ശരിക്കും കേൾക്കുന്നത് നമ്മുടെ നയന റെക്കോർഡ് ചെയ്ത് കൊടുത്ത ആ വോയിസ് ആണ് കേട്ടോ. ആ വോയിസ് കേട്ടുകൊണ്ട് ആദർശ് പറയുന്നുണ്ട്, ഈ പരീക്ഷയിൽ ഞാനായിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നയന പറയുന്നതിനനുസരിച്ചിട്ട് ആദർശ് പനീർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പനീർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് അതുപോലെ ചെയ്യണം. അങ്ങനെ ആദർശ് ചെയ്യുന്ന കണ്ടിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്നാൽ മറുവശത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം തേച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ജലജ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഒരു വിധി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണ്ടേ, എന്തെങ്കിലും ഇപ്പോൾ ചെയ്യണ്ടെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ നമ്മുടെ ജാനകിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ജാനകിക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജലജ ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. മാഡത്തിന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഓക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് ആ ബ്യൂട്ടീഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു വിടണം കേട്ടോ. എന്നിട്ട് ജാനകിയുടെ അടുത്ത് ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടത്തിയെ കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് പോയിങ്ങാണ്ട് ഫേഷ്യലൊക്കെ ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഈ വീട്ടിലെ 3 മരുമകളാണ്, അപ്പോൾ അവർക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഇപ്പോൾ എല്ലാം തഴക്കമായി. എന്നാൽ നിനക്ക് അതിനുള്ള ഒരു ഇതും കിട്ടിയിട്ടില്ല ഇതുവരെ. നിനക്ക് എന്നും അടുക്കളയിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ തലയെടുത്ത്. ഇത് കേൾക്കുമ്പോൾ ജാനകി ഇങ്ങനെ ആലോചിക്കുകയാണേ. എന്തായാലും ജാനകി ആലോചിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എരിപിരി കയറ്റി കൊടുക്കുക എന്ന് ജലജ വിചാരിക്കുകയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് പിള്ളേരുടെ കാര്യം. ആദർശനാണ് എല്ലാ സ്ഥാനം എന്ന അനിയെ ഒരു സ്ഥാനക്കയറ്റവും ഒന്നും കൊടുക്കാതെ അവനെ വെറുതെ തേരോടി നടക്കുന്നത് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ആദർശാണല്ലോ ഇവിടുത്തെ മൂത്ത മരുമകൻ. ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്നാൽ ഇനി അവനും കല്യാണമായിട്ട് ഒരു കുടുംബമാവാൻ വേണ്ടി പോവാണ്. എന്നാൽ അതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്ത് ചെയ്യാനാ, എല്ലാം അവന്റെ വിധി പോലെ നടക്കും. അങ്ങനെ ജാനകി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് ഇവള് വഴിക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. പക്ഷെ ജാനകി ചോദിക്കുന്നത്, അല്ല ജലജെ ഇന്ന് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് സന്തോഷമായിട്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് നീ എന്താ ചെയ്യുന്നത്? ചെറിയ കാര്യത്തെ എന്നോട് പറഞ്ഞിട്ട് വെറുതെ അത് വലിയ പ്രശ്നമാക്കാൻ വേണ്ടി നോക്കുവാണ്. നീ പറഞ്ഞ കാര്യം ഞാനിപ്പോ അച്ഛനും അമ്മയും വിളിച്ചിട്ട് പറയട്ടെ, അപ്പോ അവരെന്താ പറയാന്നുള്ള കാര്യം നോക്കാലോ. ഞാൻ എന്ത് പറഞ്ഞു എന്നാ അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ? എനിക്ക് പാർലറിനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വഴി മാറ്റിവിടാനല്ലേ നീ ശ്രമിക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സ്വഭാവം തന്നെ മാറും. എനിക്കൊരിക്കലും ആരെയും പിരിക്കണം എന്നുള്ള കാര്യമൊന്നും ചിന്തയൊന്നും ഇല്ലാത്ത ആളാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ആവത്തുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട, പോവാൻ നോക്കെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞപ്പോൾ നീ ഇപ്പം എന്നോട് ദേഷ്യപ്പെടുകയാണ്. നിനക്കിവിടെ ആരെക്കുറിച്ചും ഒന്നും അറിയില്ല. ഒരു ദിവസം ഞാൻ പറയുന്നത് മനസ്സിലാകും, അപ്പം നീ ആലോചിച്ച് നോക്കിയാൽ മതി എന്ന് പറയാണ് കേട്ടോ ജലജ. മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ജലജ അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് ജാനകി ബ്യൂട്ടീഷ്യനെ വിളിച്ചിട്ട് എൻ്റെ ഫേസിന് ഏത് ഫേഷ്യലാണ് ഓക്കെ ആവുന്ന വെച്ചാൽ അത് നിങ്ങൾ നോക്കി ചെയ്യുമെന്ന് പറയാണ്. ഓക്കെ മാഡം അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ജാനകിയെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ആദർശ് തകർത്തായിട്ട് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആദർശ് നിനക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇവിടെ ഓരോന്ന് എവിടെ ഇരിക്കുന്നെന്ന് വരെ എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറയുമ്പോൾ അതെ
അത് ചെറിയ ഞാൻ ഓൺലൈനിൽ നോക്കിയതാണെന്നുള്ള കാര്യം പറയണേ. അല്ല, നമ്മുടെ കിച്ചണിനകത്ത് ഇരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഓൺലൈനിൽ ഉണ്ടാവുന്നത്? അല്ല, ഓൺലൈനിൽ ഉണ്ടാക്കുന്നത് നോക്കിയെന്നാ പറഞ്ഞത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നയനയുടെ അടുത്ത് വരുന്ന നിൽക്കുന്ന സമയത്ത് ഇവിടെ കിച്ചണിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ള കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശയെ പൊളിച്ചടാ, എന്നായാലും അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മുത്തശ്ശൻ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശൻ പറയുന്നത്, ഈ അടുക്കളയിൽ നിന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം ഈ അടുക്കളയിൽ കിടന്നിട്ട് കഷ്ടപ്പെടുകയല്ലേ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല അച്ഛ, വീട്ടുജോലികളും ചെയ്ത് കുട്ടികളെ നോക്കി ഭർത്താക്കന്മാരെ നോക്കി ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അച്ഛ എന്ന് പറയാണേ. അത് ശരിയാണ് മോനെ. അതുകൊണ്ടാണ് ലേഡീസിനെ ഹോം മേക്കർ എന്ന് പറയുന്നതെന്ന് ചെറിയച്ഛൻ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അത് കറക്റ്റാണ്. ആദർശ് മോനെ, ഒരു കാര്യം കൂടി ഓർക്കണം, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നയന ഒറ്റയ്ക്കാണ്. നയനയുടെ വലിയൊരു പ്രതിമ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പോലും അത് ഒരു ചെറിയ കാര്യമായിട്ട് മാറിപ്പോകും. ഇത് കേട്ട ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, നയന ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞത് 100% സത്യമാണ്. നയനെ, യു ആർ റിയലി ഗ്രേറ്റ്. തൊഴുത്ത് കാണിക്കുന്നത് ഫേഷ്യൽ ചെയ്യുന്ന അവിടേക്ക് അനാമികയ്ക്ക് ജ്യൂസായിട്ട് വരികയാണ് കേട്ടോ അനി. എന്നിട്ട് നിനക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനാമികയ്ക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നത് എല്ലാവരും കൈയോടെ പൊക്കുകയാണ് കേട്ടോ. എന്താണ്, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾക്കാർക്കും ജ്യൂസ് കൊണ്ടുവന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ ഓരോരുത്തർ ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് അഭി വന്നിട്ട് നവ്യയ്ക്ക് ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എടാ എനിക്കെന്താ ജ്യൂസ് ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ അമ്മയെ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് ആദർശ് നയനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നയന പറയുന്നുണ്ട്, എനിക്ക് കുടിക്കാൻ വേണ്ടി കഴിയില്ല, കയ്യിലൊക്കെ ഓരോന്ന് തേച്ച് വെച്ചിരിക്കുകയാണ്. ഓ, ഇപ്പം എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശ് തന്നെ ജ്യൂസ് കയ്യിൽ പിടിച്ചിട്ട് നയനയുടെ അടുത്ത് കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അയ്യോ, എല്ലാവരും നോക്കുന്നുണ്ടെന്ന് പറയണേ. അതിനെന്താ, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് നിനക്ക് ഞാൻ ഈ ജ്യൂസ് എങ്കിലും ഉണ്ടാക്കി തരണ്ടെന്നുള്ള കാര്യം ചോദിക്കണേ. ഓ, അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാണോ എന്ന് ചോദിക്കാനുണ്ട് നയന. അങ്ങനെയൊന്നുമില്ല, നീ ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആദർശിന്റെ കൈകൊണ്ട് തന്നെ നയനയ്ക്ക് ജ്യൂസ് കൊടുക്കുകയാണ്. ആ നയന ജ്യൂസ് കുടിക്കുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കിയേക്കുണ്ട് കേട്ടോ. ഈ രംഗം കണ്ടിട്ട് ജലജയാണെങ്കിൽ നേരെ ദേവയാനിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഏട്ടത്തി, എന്താ ഇത്, ഇപ്പൊ വന്ന് ആദർശ് നയനയെ ജ്യൂസ് കുടിപ്പിക്കുന്നവരെ കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആദർശ് നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് ടേബിൾ മേൽ കൊണ്ടുവയ്ക്കുന്ന സമയത്താണ് കേട്ടോ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരെ എൻട്രി. മുത്തശ്ശിയും അതുപോലെ കനകയും കൂടിയാണ് കേട്ടോ ആദ്യ എൻട്രി. രണ്ടുപേരും ചുരിദാറൊക്കെ ഇട്ടിട്ട്. അതിന്റെ പുറകെ ദേവയാനിയും ജലജയും പിന്നെ ജാനകിയും അനാമികയും കൂടി ചേർന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നവ്യയും നയനയും എല്ലാവരും ഫുൾ മോഡേൺ ഡ്രസ്സിലാണ് കേട്ടോ വരുന്നത്. ഇത് കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് എല്ലാവരും പറയാണേ. അങ്ങനെ ഇവരുടെ കോലം കണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ട് സിനിമാ നടിമാരെ പോലെയുണ്ടല്ലോ. ഒരു ദിവസം കിച്ചണിൽ ഇരുന്നപ്പോഴേക്കും ഞങ്ങളെല്ലാം കൂടി പീറ തുണികൾ പോലെ ആയി എന്ന് പറയാണേ. ഇത് കേട്ട മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായില്ലേ, ഇരുന്നിടത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കിയിട്ട് മുൻപിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് എല്ലാവരും പറയാണേ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളൊക്കെ ചുമ്മാ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, എന്നാൽ ആദർശാണ് ഒരു കലക്കിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കുന്നത് കണ്ടിട്ട് നമ്മുടെ നവ്യയ്ക്ക് എന്തോ സംശയം തോന്നാൻ കേട്ടോ. എന്താ നയനെ, നീ എന്താ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ. നീ ചുമ്മാ കള്ളം പറയരുത്, നീ എന്തെങ്കിലും ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞു ഞാൻ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ നോക്കി നിന്നാൽ എങ്ങനെ ശരിയാവുക, ഭക്ഷണം കഴിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കണേ. ഇത് കേട്ട മുത്തശ്ശി, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഭക്ഷണം വിളമ്പുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇത് കേട്ട ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട്, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല സർവീസും ഞങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം. എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് നവ്യ ചോദിക്കുമ്പോൾ അതെ, കിച്ചണിൽ ഒരു ജോലിയും ചെയ്യാത്ത അവളാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറയണേ. ഓഹോ, ഇവിടെയുള്ള ഒരാൾക്ക് കിച്ചൺ എവിടെയാന്നുള്ള കാര്യം പോലും അറിയുന്നുണ്ടാവില്ല. അതിനകത്ത് എന്താ സാധനം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുന്നു പറയാണ് കേട്ടോ ജലജയുടെ അടുത്ത്. ഇത് കേൾക്കുമ്പോൾ ജലജ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. വെറുതെ വാ തുറന്നിട്ട് ഓരോന്നും പറയണ്ട, നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുമ്പോൾ ജലജ തന്നെ സ്വയം കൺട്രോൾ ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. വേണ്ട, അവളെ ഒന്നും
ഒന്നും ഇപ്പം മിണ്ടാതിരിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ അവള് നമ്മളെ തന്നെ ഒരു വഴിയാക്കുന്നുള്ള രീതിയിൽ ചിന്തയുമായിട്ട് നടക്കുന്നവളാണ്. എന്തിനാ ഈ വാഗ്വാദങ്ങളൊക്കെ, എല്ലാവരും ഇരിക്കും, നമുക്ക് കഴിക്കാം എന്ന് പറയാനായിട്ടോ മുത്തശ്ശൻ. അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. തുടങ്ങിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നയന ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടെന്ന് പറയണേ. മുത്തശ്ശി അതിന് ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല നീ ഉണ്ടാക്കിയില്ല, പക്ഷെ കഴിച്ചപ്പോൾ നീ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തോന്നിയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ജയനാണ് കേട്ടോ പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് പാതി പാതിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറയുന്നില്ലേ, അതുപോലെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമമാണ് ഇത്. നയനമോള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആയില്ലേ ആദർശ് ഉണ്ടാക്കുന്നതും, അവരുടെ മനപ്പൊരുത്തം അപ്പൊ അത്രയും ഉണ്ട്. അങ്ങനെ നയനയെ പൊക്കുന്ന കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, ഓ നിങ്ങൾ ഇതിന് മാത്രം പറയാൻ മാത്രം എന്തോ ഉള്ളത്, ഭക്ഷണം കഴിച്ചപ്പോൾ അവൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് പോലെ തോന്നി, ഇന്നിപ്പോൾ നാളെ ഞാൻ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഇതുപോലെ തോന്നില്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ, അതിന് നീ ഭക്ഷണം ഉണ്ടാക്കിയാലല്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ദേവയാനിയുടെ വായ അടപ്പിക്കുകയാണ് കേട്ടോ. തുടർന്ന് ജാനകി പറയുന്നുണ്ട്, ഇത് ആദ്യമായിട്ട് ഒരാൾ ഉണ്ടാക്കുന്നത് പോലെ തോന്നുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കിംഗ് അറിയുന്ന ഒരാൾ ഉണ്ടാക്കിയത് പോലെയാണ് തോന്നുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ ചെറിയച്ഛൻ കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ, ഓ നീ കിച്ചണിലോട്ട് വരാണ്ടിരുന്നത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഇതിപ്പോൾ കൊളായി പോയിനെ എന്നുള്ള കാര്യം. നാളെ മുതൽ ഞാനല്ലേ ഉണ്ടാക്കുക, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ഞാൻ ഉണ്ടാക്കി തരും, തിന്നാ മതി എന്ന് പറയുകയാണേ. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം അനാമിക പോവാണ് കേട്ടോ. എന്തായാലും ഇനി കല്യാണ മണ്ഡപത്തിൽ കാണാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അനുഗ്രഹം കൊടുത്തതിന് ശേഷം മുത്തശ്ശൻ പറയുന്നത്, ഇന്നത്തെ പോലെ തന്നെ എല്ലാ ദിവസവും നീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയന ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനുണ്ടോ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള. ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, കല്യാണത്തിന് വേണ്ടിയിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുകയാണോ എന്നുള്ള കാര്യം. അല്ല, ഞാൻ ചെടികളിലെ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണേ. കണ്ടിട്ടും അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഇത് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല നയന, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇന്ന് കിച്ചണിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് നിന്റെ കഷ്ടപ്പാട് എന്താന്നുള്ള കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായത്. യു ആർ റിയലി ഗ്രേറ്റ് നയന എന്ന് പറയണേ. ഇത് കേട്ട് നയന പറയുന്നത്, ആരുടെയും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഇവിടെയുള്ള ഓരോരുത്തർക്കും എന്തൊക്കെയാണോ ഇഷ്ടം അത് ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് ഇന്നും കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാണ്. തുടർന്ന് ആദർശ് പറയുന്നുണ്ട്, അതല്ല, ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനാണ്. എന്നിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കബോർഡിനകത്ത് പോയിട്ട് ഒരു നെക്ലേസിന്റെ ബോക്സ് എടുത്തിട്ട് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് നയനയുടെ അടുത്ത് പറയാണ്. അത് തുറന്നു നോക്കുമ്പോൾ അതൊരു 10 പവന്റെ ചെയിനാണ് കേട്ടോ. ഇത് നോക്കി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.